ചരിത്രപ്രസിദ്ധമായ ആർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മകരം തിരുനാൾ ജനുവരി 10 മുതൽ 20 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ദിവ്യബലി, പ്രഭാത പ്രാർത്ഥന, ജപമാല, നൊവേന, ആഘോഷമായ ദിവ്യബലി, ധ്യാനപ്രസംഗം എന്നിവ നടക്കും. ജനുവരി 10 വൈകിട്ട് 4 പാലായിൽ നിന്ന് തിരുനാൾ പതാക ആർത്തുങ്കൽ ബസിലിക്കയിൽ എത്തിച്ചേരും. 5:30 പതാക പ്രയാണം ബീച്ചിൽ നിന്നും ആരംഭിക്കും. 6:30 നടക്കുന്ന കൊടിയേറ്റിന് ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7 നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കാർമ്മികത്വം വഹിക്കും. ജനുവരി 18 രാവിലെ 5 നടതുറക്കൽ തിരുസ്വരൂപ വന്ദനം ഫാദർ പോൾ ജെ അരക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വചനപ്രഘോഷണത്തിന് ഫാദർ സെബാസ്റ്റ്യൻ ശാസ്താംപറമ്പിലും ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് പുനരൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവസ്റ്റർ പുന്നമുത്തനും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 20 പ്രധാന തിരുനാൾ ദിനം. രാവിലെ 6:45 ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 4:30 വെളുത്തച്ഛന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ തിരുനാൾ പ്രദർശനം നടക്കും. രാത്രി 10 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോർജ് ബിബിലൻ ആറാട്ടുകുളം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 27 കൃതജ്ഞതാ ദിനം. വൈകിട്ട് 3 ആഘോഷമായ തിരുനാൾ സമൂഹബലി കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിനോട് അനുബന്ധിച്ച് 5.5 ഏക്കർ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യവും തിരക്ക് നിയന്ത്രിക്കുവാൻ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആർത്തുങ്കൽ ബസിലിക്ക റെക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഡോക്ടർ സെലസ്റ്റിൻ പുത്തമ്പുരയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ, കൈക്കാരന്മാരായ ടോമി ചിന്നപ്പൻ, ജോസി സ്റ്റീഫൻ, ബിബിൻ പോൾ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ രമേഷ് സേവ്യർ, ബിനു വർഗീസ്, ദിലീപ് ലൂക്ക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മകരം തിരുനാൾ ജനുവരി 10 ആരംഭിച്ച് 27 സമാപിക്കുകയാണ്. പക്ഷേ ഈ വർഷം 28 ഞായറാഴ്ചയാകുന്നതുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം 27 തന്നെ സമാപിക്കുകയും എന്നാലും പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തിരുക്കർമ്മങ്ങളൊക്കെ അതേപോലെ നമ്മൾ ഞായറാഴ്ച തന്നെ ഇവിടെ ഒരു 6 കുർബാനയാണുള്ളത്. ഇപ്രാവശ്യം ഭിന്നശേഷിക്കാർക്കുള്ള കുർബാന ചേർത്ത് 7 കുർബാന ഞായറാഴ്ച ക്രമീകരിക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നീട് ഇവിടുത്തെ തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി 1 തീയതി തന്നെ വിശുദ്ധൻ്റെ സ്തുതിക്കായിട്ടുള്ള നവനാൾ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 27 വർഷത്തോളമാകുന്നു നമ്മളിവിടെ നിന്ന് പാലയിലെ ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ തിരുനാൾ കൊടി നേർച്ചയായി ചെയ്തു തരും. അത് ഈ വർഷവും അവർ അതിൻ്റെ ആ സംഗതി ഏറ്റെടുക്കുകയും കൊടി അവർ ചെയ്യുകയും ഇവിടെ കൊണ്ടുവന്ന് വിശുദ്ധൻ്റെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും 1 തീയതി കൊടി പാലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ആ കൊടി തിരിച്ചെത്തുന്നത് 10 തീയതി 3:30 ആ കൊടി തിരിച്ചെത്തുകയും 10 തീയതി നമ്മുടെ നോട്ടീസിലൊക്കെയുള്ള ക്രമീകരണം പോലെ വൈകുന്നേരം 7 മണിക്ക് രൂപതാധ്യക്ഷൻ റെവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പതാക ഉയർത്തി തിരുനാൾ ആരംഭിക്കുകയും ചെയ്യും. ഈ പ്രാവശ്യം നമുക്ക് കർദിനാൾ ഗോവയിലുള്ള കർദിനാൾ അടക്കം 8 പിതാക്കന്മാരാണ് നമുക്കുള്ളത്. 8 പേരെയും നമ്മൾ നോട്ടീസ് പ്രകാരം വ്യത്യസ്തങ്ങളായ തീയതികളിൽ ഇവർ 2 പേര് മലങ്കര റീത്തിലുള്ള ഒരാളും സീറോ മലബാർ റീത്തിലെ ഒരു പിതാവുമാണ് കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത്. ഇതൊക്കെ എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യേക സവിശേഷതയായിട്ടുള്ളത് നമ്മൾ ഒരു 80 ലക്ഷത്തോളം രൂപ മുടക്കി തീർത്ഥാടകർക്കായി പുതിയൊരു ടോയ്ലറ്റ് ബ്ലോക്ക് ഈ വർഷം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീഷനിലേക്ക് വരുന്നു. 9 തീയതി രാവിലെ അത് ആശീർവദിക്കുകയും അത് പൊതുജനത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളാണ്. മൊത്തത്തിൽ 5 ഏക്കർ 60 സെൻറ്റ് സ്ഥലം പാർക്കിങ്ങിനായിട്ട് മാത്രം പള്ളിയോട് ചേർന്ന സ്ഥലത്ത് ക്രമീകരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ തീർത്ഥാടകർക്ക് സൗകര്യത്തിനെന്നോണം കടകളും മറ്റനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അത്യാവശ്യം ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായാൽ റെസ്റ്റ് എടുക്കാനായി KTDCയുടെ ബിൽഡിങ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഫീഡിംഗ് റൂമിനോട് ചേർത്ത് നമ്മുടെ ആയുർവേദവും ഹോമിയോയും അലോപ്പതിയുമായ ഡോക്ടർമാർ അവൈലബിൾ ആയിരിക്കും. നമുക്കും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ 24 hours വർക്ക് ചെയ്യുന്ന ഒരു അനൗൺസ്മെൻറ്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുപോവുകയാണ് തീർത്ഥാടകരുടെ സൗകര്യത്തിനായി.